ഭഗവാൻ ശിവശങ്കരൻ സ്വന്തം മകനെ ഗുരുവായി സ്വീകരിച്ച കഥ കേൾക്കൂ. ഒരിക്കൽ ബ്രഹ്മാവ് കൈലാസം സന്ദർശിച്ച സമയത്ത് മുരുകന് ആവശ്യമായ ബഹുമാനം നൽകിയില്ല. മുരുകൻ കോപിഷ്ഠനായി. മുരുകൻ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത്? വേദങ്ങളുടെ സഹായത്താലാണ് താൻ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതെന്ന് ബ്രഹ്മാവ് മറുപടി പറഞ്ഞു. അപ്പോൾ മുരുകൻ അദ്ദേഹത്തോട് വേദമന്ത്രങ്ങൾ ഉരുവിടുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രഹ്മാവിന് അതറിയില്ലായിരുന്നു. അതിന് ശിക്ഷയായി ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ തൻ്റെ മുഷ്ടി കൊണ്ടടിച്ച ശേഷം മുരുകൻ അദ്ദേഹത്തെ കാരാഗൃഹത്തിലടച്ചു. എന്നിട്ട് മുരുകൻ സ്രഷ്ടാവിൻ്റെ സ്ഥാനം സ്വയം ഏറ്റെടുത്തു. ഇതിൽ ഭയചകിതരായ ദേവന്മാർ വിഷ്ണുവിനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചെങ്കിലും അദ്ദേഹം മഹാദേവന് മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. പിന്നീട് വൈകാതെ മഹാദേവൻ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം മുരുകനോട് ബ്രഹ്മാവിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഓങ്കാരത്തിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഒരാളെ താൻ വിട്ടയക്കില്ല എന്ന് മുരുകൻ പറഞ്ഞു. അപ്പോൾ മഹാദേവൻ മുരുകനോട് ഓങ്കാര മന്ത്രത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുവാൻ അരുളി ചെയ്തു. മുരുകന് പറഞ്ഞത് മുഴുവനും ഒരു വിദ്യാർത്ഥിയെപ്പോലെ മഹാദേവൻ കേട്ടിരിക്കുകയും അവസാനം സ്വാമിനാഥ സ്വാമി എന്ന പേര് നൽകി മുരുകനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവന്റെ ഗുരു എന്നാണ് സ്വാമിനാഥ സ്വാമി എന്ന പേരിന് അർത്ഥം. തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപമുള്ള സ്വാമിമലൈ എന്ന സ്ഥലത്താണ് ഏറെ പ്രസിദ്ധമായ സ്വാമിനാഥ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വാമിമലയിൽ മുരുകനെ ബാലമുരുകൻ എന്നും സ്വാമിനാഥ സ്വാമി എന്നും രണ്ട് പേരിലാണ് ആരാധിക്കുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ഒരു മലയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാട്ടുമലൈ എന്നും തിരുവരങ്ങം എന്ന പേരിലും ഈ മല അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് 3 ഗോപുരങ്ങളാണുള്ളത്. 3 ചുറ്റുപ്രദേശങ്ങൾ കൂടി ഇവിടെ കാണാം. ശിവൻ, പാർവതി, ദുർഗ, ദക്ഷിണമൂർത്തി, ചണ്ഡികേശ്വരൻ, വിനായകൻ തുടങ്ങിയവർക്കുള്ള ഉപക്ഷേത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. മഹാലിംഗ സ്വാമിയും സപ്തവിഗ്രഹമൂർത്തികളും ഈ ക്ഷേത്രത്തിൽ വാഴുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ 7 ദിശകളിലായാണ് സപ്ത വിഗ്രഹമൂർത്തികൾ സ്ഥിതി ചെയ്യുന്നത്. ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയർത്തിയാണ് സ്വാമിനാഥ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 60 പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. മനുഷ്യൻ്റെ ശരാശരി ആയുസ് 60 വയസ്സായി കണക്കാക്കിയാണ് 60 പടികൾ പണിതിരിക്കുന്നത്. 3 നിലയിലായിട്ടാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിലായി കുത്തനെയുള്ള കോവണികൾ കയറേണ്ടതുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ശ്രീകോവിലുള്ളത്. അഭിഷേകം ചെയ്യാൻ ആഗ്രഹമുള്ളവരെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് 60 മിനിറ്റ് ദൈർഘ്യമുള്ള അഭിഷേകം നടത്തുന്നത്. 2ാമത്തെ നിലയിൽ ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള പ്രദക്ഷിണ വഴിയാണ്. താഴത്തെ നിലയിലാണ് ശിവക്ഷേത്രമുള്ളത്. താമസവും ഭക്ഷണവും വേണമെന്നുള്ളവർക്ക് ക്ഷേത്രം വക സൗകര്യങ്ങൾ ലഭ്യമാണ്. തമിഴ് മാസമായ വൈകാശി, മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുന്ന വൈകാശി വിശാഖമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. വിശ്വാസമനുസരിച്ച് വൈകാശിയിലെ വിശാഖം നാളിൽ ഇന്ദ്രൻ സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിച്ച് അരികേശ എന്നു പേരായ ഒരു അസുരനെ കൊല്ലാൻ ആവശ്യമായ ശക്തി സ്വീകരിച്ചത്രേ. അതിൻ്റെ സ്മരണയ്ക്കായാണ് ഇവിടെ വൈകാശി വിശാഖം ആഘോഷിക്കുന്നത്. ഓം നമഃ ശിവായ.